അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ലിസാനുൽ ഖുർആനിലെ 7-ാമത്തെ പാഠം അതൊന്ന് ചർച്ച ചെയ്യാണ്. പാഠം 7, ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീത മാസം, ബർക്കത്താക്കപ്പെട്ട മാസം എന്നാണ് നമ്മളെ പാഠത്തിൻ്റെ ഹെഡിങ്. അഷ്ഷഹ്റു താസിഉ മിനസ്സനത്തിൽ ഹിജ്രിയ. ആദ്യം പാഠം ഇങ്ങനെ അർത്ഥം വെച്ച് പോവുകയാണ്, പിന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം മനസ്സിലാക്കുകയും അതോടുകൂടെ അവയുടെ ഇറാബുകൾ മനസ്സിലാക്കുകയാണ്. പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ഇറാബുകൾ 4 തരമുള്ളത്. ഒന്ന് റഫ്, ഒന്ന് നസ്ബ്, ഒന്ന് ജറ്, ഒന്ന് ജസ്മ്. ഫിഅലുകളിൽ വരുന്നതാണ് ജസ്മും അതേപോലെ റഫ് നസ്ബ്. ഇസ്മുകളിൽ റഫ് നസ്ബും ജറും, അതായത് റഫും നസ്ബും രണ്ടിലും വരും, ഫീലിലും വരും, ഇസ്മിലും വരും. എന്നാൽ ജസ്മ് ഫീലിൽ മാത്രമേ വരികയുള്ളൂ, അതുപോലെ ജറ് ഇസ്മിൽ മാത്രമേ വരികയുള്ളൂ. ഇതൊക്കെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു പോയതാണ്, അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്, പ്രാഥമികമായി റഫ് ആണെങ്കിൽ അതിൻ്റെ അടയാളമായിട്ട് സാധാരണ പദങ്ങളുടെ അവസാനങ്ങളിൽ വരുന്നത് ലൊമ്മാണ്. അപ്പോൾ ഇവിടെ തന്നെ ഷഹ്റുൻ മുബാറക്കുൻ, ഷഹ്റുൻ അതായത് മുബത്തദയാണത്. അപ്പോൾ ആ മുബത്തദക്ക് ലൊമ്മ് റഫ് ആണ് വരേണ്ടത്. റഫിൻ്റെ അടയാളമായിട്ട് ഷഹ്റുൻ എന്നുള്ളതിന് ലൊമ്മാണുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ വിശേഷണമാകുമ്പോൾ അതേ ഇറാബാണ് കൊടുക്കേണ്ടത്. ആ മുബാറക്ക് എന്നുള്ളതിന് റഫിൻ്റെ അടയാളമായിട്ട് ലൊമ്മാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ റഫ് വരുന്ന സന്ദർഭങ്ങൾ, നസ്ബ് വരുന്ന സന്ദർഭങ്ങൾ, അതേമാതിരി ജറ് വരുന്ന സന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ ഈ പാഠം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു സൂചന അതിലേക്ക് നൽകുകയാണ്. റഫ് വരുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മുൻകാലങ്ങളിൽ പഠിച്ചത്, ഒന്ന് മുബത്തദ, അതായത് ഒരു ജുംലയുടെ തുടക്കത്തിൽ വരുന്ന ഇസ്മ, പിന്നെ അതിൻ്റെ ഖബർ. ഇപ്പോൾ മുഹമ്മദുൻ കാത്തിബുൻ. ഇപ്പോൾ മുഹമ്മദ് ആകുന്നത് കാത്തിബുൻ എഴുതുന്നവനാണ്. അപ്പോൾ കാത്തിബ് എന്നുള്ള അതിൻ്റെ ഖബറാണ്, അതിനെപ്പറ്റിയുള്ള വിവരമാണ്, മുഹമ്മദിനെ കുറിച്ചൊരു വിവരമാണ്. ഈ രണ്ടിനും റഫ് ആയിരിക്കും. അതേപോലെ തന്നെ ഫായിലായിട്ട് വരുന്നതിന് റഫ് ആയിരിക്കും. ഇസ്മുകളിൽ നിന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, കാരണം ഇതൊരു ഇസ്മിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഫീലിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യണില്ല. അപ്പോൾ പിന്നെ ദഹബ മുഹമ്മദ്, അപ്പോൾ ദഹബ എന്നുള്ളതിൻ്റെ ഫായിലാണ് മുഹമ്മദ്. അപ്പോൾ ഫായിലിന് മുഹമ്മദുൻ ലമ്മ് വന്നു. അതേപോലെ നമ്മൾ നായിബ് ഫായിൽ ഈ കൊല്ലം തുടക്കത്തിൽ പഠിച്ചിരുന്നു. അപ്പോൾ മഫ്ഊല് ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് വരും, അപ്പോഴും റഫ് ആണ്. ആ റഫിൻ്റെ അടയാളമായിട്ടും ലമ്മാണ് വരും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇവ മനസ്സിലാക്കിയിട്ടാണ് ഇനി പോകേണ്ടത്. അപ്പോൾ ഈ സ്ഥാനത്ത് വരുമ്പോൾ പിന്നെ രണ്ടാമതായി നസ്ബ് വരുന്നത്, മഫ്ഊലായി വരുമ്പോൾ നസ്ബ് വരാം. അതുപോലെ ഇന്ന, കാനക്കൊക്കെ ഖബറായിട്ട്, ഇന്നക്ക് ഇസ്മായിട്ടും കാനക്ക് ഖബറായിട്ടും വരുന്ന സമയത്ത്. അപ്പം അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അത് ഭാവിയിൽ നിങ്ങൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഫ്ഊൽ, അതാണ് സാധാരണ വിവിധതരം മഫ്ഊലുകളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ആ മഫ്ഊലുകളിൽ നിന്ന് സാധാരണഗതിയിൽ മഫ്ഊല് ബിഹി, ആ മഫ്ഊലും ബിഹി ആണ് സാധാരണഗതിയിൽ കൂടുതലായിട്ടും ഒരു ഇസ്മായിട്ടുള്ള രൂപത്തിലധികം വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ ഈ പദങ്ങൾ വരുമ്പോൾ മാറ്റം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നസ്ബ് അങ്ങനെ, അതായത് പിന്നെ കാര്യമായിട്ട് മഫ്ഊലാണ് വരുന്നത്. ഇനി അതല്ലാതെ പല സന്ദർഭങ്ങളിൽ നസ്ബ് വരുമ്പോൾ അതിൻ്റെ അടയാളമായിട്ട് ഫത്ഹ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ റഅയ്തു സൈദൻ, അപ്പോൾ സൈദൻ എന്നുള്ളതിൻ്റെ നസ്ബിൻ്റെ അടയാളമായിട്ട് ദൻ എൻ്റെ ഫത്ഹ് വന്നു. അതേപോലെയുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇന്ന സൈദൻ ഖായിമുൻ, ഇന്ന ബൈത്തൻ അൻത സാക്കിനുഹു, ഇന്ന ബൈത്തൻ. അപ്പം ഇങ്ങനെയുള്ള നസ്ബിൻ്റെ സന്ദർഭങ്ങളിൽ നമ്മൾ മാറ്റം വരുന്നതും ആണ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ മൂന്നാമതായി ജറ് വരുന്നത്, ജറിൻ്റെ അക്ഷരങ്ങൾ കുറേ ഉണ്ട്. സാധാരണ നമ്മൾ ഉപയോഗത്തിൽ വരുന്നത് ഇല, ഫി, അൻ, അല എന്നുള്ള തുടങ്ങിയത് 19ഓളം ജറിൻ്റെ ഹർഫുകളുണ്ട്. അതിൻ്റെ ശേഷം വരികയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ദഹബത്തു ഇലൽ മദ്റസത്തി. അപ്പോൾ ഇലൽ മദ്റസത്തി, അവിടെ ഇലൻ്റെ ശേഷം വരുന്ന ഇസ്മിന് ജറാണ്, ജറിൻ്റെ അടയാളമായിട്ട് കസ്റാണ്. ഇത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിയാലേ ഈ പാഠം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ അർത്ഥം വെച്ച് പോവുകയാണ് പാഠം, എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് വിശദീകരിക്കാം. അഷ്ഷഹ്റു താസിഉ മിനസ്സനത്തിൽ ഹിജ്രിയ, ഷഹ്റു റമളാൻ. ഷഹ്ർ എന്ന് പറഞ്ഞ മാസം, താസിഉ 9ാമത്തെ. അപ്പോൾ
ഹിജ്റ വർഷത്തിൽ നിന്ന്, ഞാൻ പോയിൻ്റ് ചെയ്യുന്ന പദത്തിൻ്റെ അർത്ഥമാണ് പോയിൻ്റ് ചെയ്യുമ്പോൾ പറയാം, അറബിയിൽ നേരിട്ടായിരിക്കുമല്ലോ അർത്ഥം. അതിപ്പോൾ ഹിജ്റ വർഷത്തിൽ നിന്ന് 9ാമത്തെ മാസം റമളാൻ മാസമാണ്. ഇവിടെ തന്നെ അഷ്ഹുറു താസിഉ, ഇത് മുബ്തദയാണ്, അതിൻ്റെ ഖബറാണ് ഷഹ്റു റമളാൻ, ഇതതിൻ്റെ വിശദീകരണമാണ്. ഓക്കെ. ഹുവ, അത് ഷഹ്റുൻ മുബാറക്കുൻ, അതെന്താണ്? അനുഗ്രഹീത മാസമാണ്. അത് അനുഗ്രഹീത മാസമാണ്. അപ്പോൾ ഹുവ ഷഹ്റുൻ മുബാറക്കുൻ, അത് അനുഗ്രഹീത മാസമാണ്. യസൂമു ഫീഹിൽ മുസ്ലിമൂന വൽ മുസ്ലിമാത്തു, യസൂമു ഫീഹി, ആ മാസത്തിൽ നോമ്പ് നോൽക്കും. ആര്? അൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ, വൽ മുസ്ലിമാത്തു, മുസ്ലിം സ്ത്രീകളും. മുസ്ലിമൂന ഞാൻ മുസ്ലിം പുരുഷന്മാർ, മുസ്ലിം എന്നുള്ളതിൻ്റെ ജം ആണ് മുസ്ലിമൂന. നമുക്ക് മനസ്സിലായി ഇതെന്താണ്? ജം ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ വാവും നൂനും കൂട്ടി. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. അപ്പോൾ ജസ്റ്റ് അത് മാത്രം പറഞ്ഞേക്കാം. ഈ മുസ്ലിമൂന എന്നുള്ളത് എന്താണ്? യസൂമുവിൻ്റെ ഫായിലാണ്. യസൂമുവിൻ്റെ ഫായിലാവുമ്പോൾ റഫ് ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫായിലിൻ്റെ അടയാളം സാധാരണഗതിയിൽ ലൊമ്മാണ് വരേണ്ടത്. ഇവിടെ ഇപ്പോൾ അവസാനത്തെ അക്ഷരമായിട്ട് നാ എന്നാണ്. ഈ നാമ ഒരിക്കലും ഇറാബ് വരുന്നതല്ല, ഇത് ജംഇൻ്റെ അടയാളമായിട്ട് വന്നത്. ഇവിടുത്തെ ഇറാബായിട്ട് വരുന്നത് ഈ വാവാണ്, അതായത് റഫിൻ്റെ അടയാളമായിട്ട് വാവാണ്. ഇതാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തേക്ക് വരാം. ഇനി അതേപോലെ തന്നെ അതിലേക്ക് അത്ഫ് ചെയ്തു, നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതാണ് അത്ഫ്. അത്ഫ് ചെയ്താൽ മഅ്തൂഫ് അലൈഹിൻ്റെ അതേ ഇറാബായിരിക്കും. അപ്പോൾ മുസ്ലിമൂനക്ക് റഫ് ആയതുകൊണ്ട് തന്നെ മുസ്ലിമാത്തൂനും റഫ് ആകണം. അപ്പോൾ ആ മുസ്ലിമാത്തൂനും ഇവിടെ റഫിൻ്റെ അടയാളമായിട്ട് ഏതാ വന്നിട്ടുള്ളത്? നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ ലമ്മാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി നോക്കുക, യസൂമു ഫീഹിൽ മുസ്ലിമൂന വൽ മുസ്ലിമാത്തു, ആ മാസത്തിൽ, ഇത് ലമീർ റമളാൻ മാസം എന്നുള്ളതിലേക്കാണ് മടങ്ങുന്നത്. ആ മാസത്തിൽ മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളും, വാവ് ആൻഡിൻ്റെ അർത്ഥത്തിന്, നോമ്പ് നോൽക്കുന്നു. നോമ്പ് നോൽക്കുന്നു. ഫിയായിൽ തുടക്കത്തിലാണ് അറബിയിൽ എഴുതുമ്പോൾ വരിക, എന്നാൽ മലയാളത്തിൽ വരുമ്പോൾ അതിൻ്റെ അത് തുടക്കത്തിൽ വരില്ല, അത് തുടക്കത്തിൽ പിന്നെ ഇടയിലോ അല്ലെങ്കിൽ അവസാനത്തേക്കൊക്കെ ആയിട്ട് മാറും. ഓക്കെ. ഇനി വയതുറുകു സ്വാഇമൂന വസ്വാഇമാത്തു അല്ല അത്ഇമത വൽ അശ്രിബത തൂലൻ നഹാർ. ഇവിടെ പറയണെന്ത്? യതുറുകു, ഉപേക്ഷിക്കുന്നു അല്ലേ? സ്വാഇമൂന, നോമ്പുകാരായ പുരുഷന്മാർ. സ്വാഇമാത്തു എന്ന നോമ്പുകാരികൾ. പിന്നെ അൽ അത്ഇമത്തു എന്ന ഭക്ഷണങ്ങൾ, ത്വആമിൻ്റെ ജമ്മാണ് അത്ഇമത്ത്. അൽ അശ്രിബത്തു എന്ന ഷറാബിൻ്റെ ജമ്മാണ് അശ്രിബത്ത്. തൂല് എന്ന് പറഞ്ഞാൽ നീളം എന്നാണ്, അന്നഹാർ എന്ന് പറഞ്ഞാൽ പകൽ എന്ന്. തൂലൻ നഹാർ എന്ന പകൽ ഉടനീളം, അത് പകൽ മുഴുവനായിട്ട്. അപ്പം നമുക്ക് ഒന്നിച്ചർത്ഥം വെക്കുമ്പോൾ വയതുറുകു സ്വാഇമൂന വസ്വാഇമാത്തുൽ അത്ഇമത വൽ അശ്രിബത തൂലൻ നഹാരി, നോമ്പുകാരായ പുരുഷന്മാരും നോമ്പുകാരായ സ്ത്രീകളും, അതായത് നോമ്പുകാരും നോമ്പുകാരികളും പകൽ മുഴുവൻ, പകൽ ഉടനീളം ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപേക്ഷിക്കുന്നു. അക്കർത്ഥങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഒന്നിച്ചർത്ഥം വെക്കുന്ന രൂപം മനസ്സിലാക്കുക. ഇവിടെ നമ്മളെ വിഷയം യത്തുറുക്കു, ഉപേക്ഷിക്കുന്നു എന്നാണ്. ഒരു ഫെയിൽ വരുമ്പോൾ അതിൻ്റെ ഫായിൽ വേണം, അതിൻ്റെ ഫായിലാണ് അസ്വാഇമൂന, നോമ്പുകാരായ പുരുഷന്മാർ. അതിലേക്ക് എന്ത് ചെയ്തു? ഇതിനെ അത്ഫ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അതേ ഇറാബ് തന്നെയാണ് ഇതിനും വരേണ്ടത്. ഇത് രണ്ടും ഫായിലും അതിലേക്കുള്ള അത്ഫ് ചെയ്യപ്പെട്ടതും ആയതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ഇറാബ് റഫ് ആണ് വരേണ്ടത്. ആ റഫിൻ്റെ അടയാളമായിട്ട് ഇതിനെന്ത് ചെയ്തു? വാവ് വന്നു. ഇതിൽ റഫിൻ്റെ അടയാളമായിട്ട് ലൊമ്മും വന്നു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത് ഇതിൽ. ഇനി അല്ലാത്ത ഇമത്ത വല്ല ശ്രീബത്ത മഫ്ഊലാണ്, മഫ്ഊലിൻ്റെ അടയാളമായിട്ട് ഫത്ത്ഹാണ്. പക്ഷേ നമുക്കത് ഇവിടെ മനസ്സിലാക്കാനില്ല, അടുത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ. ഇനി യതജന്നബൂന അനിൽ അഅമാലിൽ മുഹറമത്തി വൽ മക്റൂഹത്തി. യതജന്നബു എന്ന വെടിയുന്നു, യതജന്നബു വെടിയുന്നു, ഉപേക്ഷിക്കുക എന്നുള്ളതിൻ്റെ അതേ അർത്ഥം തന്നെയാണ്. എന്നാൽ എന്താണ്? ഒരു കാര്യത്തെ തൊട്ട് അകന്ന് നിൽക്കുക എന്നുള്ളൊരു, രണ്ടും തമ്മിൽ മാറ്റമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഉപേക്ഷിക്കൽ എല്ലാ സാധനവും ഒഴിവാക്കണേന് നമ്മൾ ഉപയോഗിക്കും. ഇതെന്താണ്? നമ്മൾ നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ട് അകന്ന് നിൽക്കണേനാണ് അങ്ങനെ വെടിയുന്നു എന്നർത്ഥത്തിന് യതജന്നബു ഉപയോഗിക്കുന്നത്. അനിൽ അഅമാലിൽ മുഹറമത്തി, ഹറാമായ പ്രവർത്തനങ്ങളെ തൊട്ട് അകന്നു നിൽക്കുന്നു. വൽ മക്രൂഹ, കറാഹത്തായ പ്രവർത്തനങ്ങളെ തൊട്ടും. അപ്പോൾ എന്താണ്? റമളാൻ മാസം വരുമ്പോൾ യതജന്നബൂന, ഇവിടെ ഫായിൽ എന്താണ്? ഇതിലടങ്ങിയിട്ടുള്ള ജംഇൻ്റെ ഇതാണ്. അവർ
അതായത് ഇപ്പം മുന്നിൽ പറഞ്ഞല്ലോ നമ്മൾ പിന്നെ നോമ്പുകാരികളായ സ്ത്രീകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആര്യാക്ക അവരെന്ത് ചെയ്യുന്നു, വെടിയുന്നു. എന്തിനെ തൊട്ടാണ് അകന്ന് നിൽക്കുന്നത്? ഹറാമായ പ്രവർത്തനങ്ങളെ തൊട്ടും കറാഹത്തായ പ്രവർത്തനങ്ങളെ തൊട്ടും അവർ അകന്നു നിൽക്കുന്നു. ഇനി വയുസാഇദൂന സായിലീന വൽ മഹ്റൂമീന, യുസാഇദൂന അവർ സഹായിക്കുന്നു, അസായിലീന ചോദിക്കുന്നവരെയും, വൽ മഹ്റൂമീന തടയപ്പെട്ടവരെയും. ഈ സായില് എന്ന് പറഞ്ഞാലും മഹ്റൂം എന്ന് പറഞ്ഞാലും അർത്ഥം കൊണ്ട് സംഗതിയിൽ രണ്ടുപേരും ദരിദ്രരാണ്. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സായില് പറഞ്ഞാൽ ചോദിച്ച് നടക്കുന്നതാണ്, ആൾക്കാരോടൊക്കെ ചോദിക്കും, ഓന് ആവശ്യമുള്ള ആളാണ് എന്ന്, ദരിദ്രനാണ്. മഹ്റൂം പറഞ്ഞാൽ ദരിദ്രനാണ്, പക്ഷേ ഓനെന്താണ്, ഓൻ്റെ അഭിമാനം കാരണം ആരോടും ചോദിക്കാൻ നടക്കണില്ല, തടയപ്പെട്ട ആൾ. ആൾക്കാരൊന്നും അവന് കൊടുക്കൂല, കാരണം അവൻ ചോദിക്കാത്തതുകൊണ്ട് അവന് സമ്പന്നനാണെന്ന് കരുതും. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരും ആൾക്കാരോട് ഇറന്ന് വാങ്ങുന്ന ആൾക്കാരും നടത്തും. ഓക്കെ, വയുസാഇദൂന, അപ്പോൾ ആ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യും, സഹായിക്കുന്നു. ആരെ? അസ്സാഇലീന വൽ മഹ്റൂമീന, ചോദിച്ച് നടക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ സമ്പത്ത് തടയപ്പെട്ട ദരിദ്രന്മാരായ ആളുകൾക്കും നൽകുന്നു. ഇവിടെ ഇപ്പോൾ യുസാഇദൂന അവർ സഹായിക്കുന്നു. ഇനി അതിൻ്റെ മഫ്ഊലാണ്, ഫായിലൂടെ വന്നു, അവർ സഹായിക്കും, അവർന്ന് വന്നു. ആരെയാണ് സഹായിക്കുന്നത്? അസ്സായിലീന, സായില ചോദിച്ചു വരുന്നവരെ. അപ്പോൾ സായിലുൻ എന്നുള്ളതിൻ്റെ ജമ്മാണ് സായിലൂന, മഹ്റൂമുൻ എന്നുള്ളതിൻ്റെ ജമ്മാണ് മഹ്റൂമൂന. അപ്പോൾ വാവ് കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഇവിടെ എന്താണ്, നെസ്ബായപ്പോൾ നെസ്ബിൻ്റെ അടയാളത്തെ സൂചിപ്പിക്കാൻ എന്ത് ചെയ്തു, യാ കൊടുത്തു. അപ്പോൾ സായിലൂന എന്നുള്ളത് എന്തായി മാറി? സായിലൂന ഈ യാ ആയി മാറി. അപ്പോൾ അതിൻ്റെ കൂടെ യാൻ്റെ മുമ്പുള്ളതായ അവസാനത്തെ അക്ഷരം എന്തായി, കസ്റായി. അങ്ങനെ സായിലീന മഹ്റൂമീന എന്ന് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നെസ്ബ് എന്താണ്, യാ കൊണ്ടാണ്. ഇവിടെ രണ്ട് സ്ഥലത്ത് നെസ്ബ് യാ കൊണ്ട് വന്നു. ഈ സായിലീനൻ്റെ മഫ്ഊലാണ്, ഇത് അതിലേക്ക് അത്തഫാണ്. രണ്ടിൻ്റെയും മിറാബ് നെസ്ബാണ് വരേണ്ടത്. ആ നെസ്ബിൻ്റെ അടയാളമായിട്ട് യാ വന്നു. ഓക്കെ, എപ്പോൾ? ഫി ഹാദ ഷഹരിൽ മുബാറക്കി, ഈ അനുഗ്രഹീത മാസത്തിൽ, ഈ അനുഗ്രഹീത മാസത്തിൽ. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ, ഹാദ ഇത്, ഷഹർ മാസം. ഓക്കെ, ഖാസത്തൻ വിശിഷ്യ, പ്രത്യേകിച്ച്, സ്പെഷ്യലി. അപ്പോൾ പ്രത്യേകിച്ച് ഈ മാസത്തിലും, ഈ വിശുദ്ധ മാസത്തിലും, ഈ അനുഗ്രഹീത മാസത്തിലും, വഫീ സാഇരിൽ അശ്ഹുരി ആമ, പൊതുവായി മറ്റ് മുഴുവൻ മാസങ്ങളിലും, സാഇറന മുഴുവൻ, അല്ല അശ്ഹുർ മാസം, മുഴുവൻ മാസങ്ങളിലും പൊതുവായി. അപ്പോൾ മുസ്ലിമീങ്ങൾ പാവങ്ങൾക്ക് നല്ലോണം സഹായിക്കും, അതെപ്പോഴും സഹായിക്കും. എന്നാൽ റമളാൻ മാസത്തിൽ പ്രത്യേകം സഹായിക്കും. വയുഫ്തിറൂന, അവർ നോമ്പ് തുറപ്പിക്കും. ഫി ഹാദ ഷഹരി, ഈ മാസത്തിൽ. അരെ അൽ മുസ്ലിമീന സ്വാഇമീന, നോമ്പുകാരായ മുസ്ലിം പുരുഷന്മാരെയും, വൽ മുസ്ലിമാത്തി സ്വാഇമാത്തി, നോമ്പുകാരികളായ മുസ്ലിം സ്ത്രീകളെയും. നമ്മളെ വിഷയം ഇവിടെ എന്ത് ചെയ്തു, മുസ്ലിമീന. ഇവിടെ യുഫ്തിറൂന എന്ന നോമ്പ് തുറപ്പിക്കുന്നു. അപ്പോൾ ഫായിൽ വന്നു, അതിൻ്റെ മഫ്ഊലാണെന്ത്, മുസ്ലിമീന, മുസ്ലിമീങ്ങളെ. അപ്പോൾ ആ മുസ്ലിമീന എന്നുള്ള എന്തായി, നെസ്ബായതുകൊണ്ട് അതിനെന്ത് യാ വന്നു. അതേപോലെ തന്നെ അതിൻ്റെ സിഫത്തായിട്ട് സ്വാഇമീന വന്നു. ആ സിഫത്തിന് എന്തേ കാലം അതേ ഇറാബാണ് വരിക. ആ സ്വാഇമീനയും നെസ്ബായതുകൊണ്ട് എന്ത് ചെയ്തു, അതിനും യാ ആയിട്ട് വന്നു. സ്വാഇമൂനയാണ് ശരിക്കും വരേണ്ടത്, നമ്മൾ മേലെ വന്നല്ലോ. ഇവിടെ നമ്മൾ സ്വാഇമൂന വന്നില്ലേ, ആ സ്വാഇമൂന ഇവിടെ എന്തായി, സ്വാഇമീനായി. ഇവിടെ വന്ന മുസ്ലിമൂൻ എന്തായി മാറി, ഇവിടെ മുസ്ലിമീനായി മാറി. അഥവാ രണ്ടിനും നെസ്ബ് കൊടുത്ത് യാ കൊണ്ടാണ് അടയാളം. ഇനി അതിലേക്ക് അത്ഫ് ചെയ്തു വൽ മുസ്ലിമാത്തി, ഇവിടെ നമ്മൾ മുസ്ലിമാത്തു എന്നാണ് പറഞ്ഞിരുന്നത്. നെസ്ബിൻ്റെ അടയാളമായിട്ട് നമ്മൾ ഫത്ഹാണ് കൊടുക്കേണ്ടത്, പക്ഷേ ഇവിടെ എന്താണ്, നെസ്ബിൻ്റെ അടയാളമായിട്ട് വന്നത് കസ്റാണ്. അഥവാ ഈ ഇത്തരം പദങ്ങൾക്ക് നെസ്ബ് കൊടുക്കേണ്ടത് കസ്റ് കൊണ്ടാണ്, ഫത്ഹ് കൊണ്ടല്ല. സ്വാഇമാത്തി അതിൻ്റെ വിശേഷണമാണ്. പക്ഷേ അത് നമുക്ക് താഴെ അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ വിശദീകരിക്കാം. ഇനി വയുക്സിറൂനൽ അഅമാല സ്വാലിഹാത്തി, അതിൻ്റെ അടുത്ത മഫൂൽ വയുക്സിറൂന, അവർ അധികരിപ്പിക്കുന്നു. അൽ അഅമാല സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ. പല അഅമാല എന്ന് മഫൂൽ വന്നു, അതിലേക്കുള്ള അതിൻ്റെ വിശേഷണമാണ് അസ്വാലിഹാത്ത്. അപ്പോൾ അതിനും നെസ്ബന്നാണ് വരേണ്ടത്. ഈ അഅമാല പറഞ്ഞ പോലെ സ്വാലിഹാത്താന്നാണ് ശരിക്കും നമ്മൾ സാധാരണ പറയുമ്പോൾ വരേണ്ടത്. എന്നാൽ ഈ ഒരു കോലത്തിലുള്ള പദങ്ങൾക്ക് നെസ്ബ് കൊടുക്കൽ ഫത്ഹ് കൊണ്ടല്ല, മറിച്ച് കസ്റ് കൊണ്ടാണ്. ജഅലന അല്ലാഹു, അല്ലാഹു നമ്മളെ ആക്കട്ടെ, മിൻ ഇബാദിഹി സ്വാലിഹീനൽ മുഖ്ലിസീൻ, അവൻ്റെ ആത്മാർത്ഥരായ സച്ചരിതരായ അടിമകളിൽ അല്ലാഹു നമ്മളെ ആക്കട്ടെ.
ലനാ എന്ന് പറഞ്ഞാൽ നമ്മളാക്കട്ടെ, അള്ളാഹു എൻ്റെ ഫൈല്, മിൻ ഇബാദിഹി അവൻ്റെ അടിമകളിൽപ്പെട്ട. ആ ഇബാദിൻ്റെ വിശേഷണാണെന്ത്? സ്വാലിഹീന. അപ്പോൾ ഇബാദി മിന്ന് വന്നപ്പോൾ ജെറായി, അതിലേക്ക് അതിൻ്റെ വിശേഷണമാകുമ്പോൾ സ്വാലിഹീന എന്നുള്ള എന്താണ്? ജെറായിട്ട് വരണം. നമ്മൾ മുമ്പത്തെ പറഞ്ഞ എനിക്ക് ഇവിടെ ജെറിൻ്റെ അടയാളം എന്താണ്? യാ ആണ്. അപ്പോൾ നെസ്ബ് വരുമ്പോഴും ജെറ് വരുമ്പോഴും ഒരേപോലെ തന്നെയാണ് വരുന്നതെന്ന് അർത്ഥം. സ്വാലിഹീന. ഇനി അതിൻ്റെ വിശേഷണമായിട്ട് അൽ മുഖലിസീന, വീണ്ടും മറ്റൊരു വിശേഷണമായിട്ട് ഇതിനും എന്ത് ചെയ്തു? ജെറ് വന്നു. യാ കൊണ്ട് എന്ത് ചെയ്തു? ജെറിന് അടയാളമായിട്ട് വന്നു. ഇനി അതിൻ്റെ അത്തഫായിട്ട് എന്ത് ചെയ്തു? സ്വാലിഹാത്തി, സച്ചരിതരായ വനിതകൾ. അപ്പോൾ എന്ത് ചെയ്തു? സ്വാലിഹാത്തി. ജെറ് എന്താണ്? കസ്റ് കൊണ്ട് തന്നെയാണ് ഇത്തരം പദങ്ങളിൽ കൊടുക്കാനുണ്ട്. അതിൻ്റെ വിശേഷണമായിട്ട് മുഖ്ലിസാത്തി, അവിടെയും ജെറ് വന്നു കസ്റ് കൊണ്ട് തന്നെ. ബിഫദ്ലിഹി അവൻ്റെ ഔദാര്യം കൊണ്ട്. മൊത്തം എന്തായർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായ ആത്മാർത്ഥരായ അടിമകളുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ നിഷ്കളങ്കരായ സച്ചരിതരായ വനിതകളുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മെ ആക്കട്ടെ. അവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മെ ആക്കട്ടെ. ബിഫദ്ലിഹി, ഞാൻ അവൻ്റെ ഔദാര്യം കൊണ്ട്. ആമീൻ. അള്ളാഹു ദുആ സ്വീകരിക്കട്ടെ. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളിതിൽ കാണിച്ചു തന്ന ഈ പദങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നുനാഹിദുൽ കലിമാത്തി അൽ മുസ്ലിമൂന. അവിടെ ചുവന്ന കളറിൽ എന്തുണ്ട്? നിങ്ങളെ കിതാബിൽ നോക്കിയാൽ കാണാം. അൽ മുസ്ലിമൂന എന്നുണ്ട്, അസ്വാഇമൂന എന്നുണ്ട്, അസ്സാഇരീന എന്നുണ്ട്, അൽ മഹറൂമീന എന്നുണ്ട്, അൽ മുസ്ലിമീന എന്നുണ്ട്, അസ്വാഇമീന എന്നുണ്ട്, അസ്വാലിഹീന എന്നുണ്ട്, അൽ മുഖ്ലിസീന എന്നുണ്ട്. ഇതെല്ലാം എന്താണ്? കുല്ലുഹാ മിൻ ജംഇൽ മുദക്കരി സാലിമി. ഈ പറഞ്ഞതൊക്കെ എന്താണ്? ജംഉ മുദക്കർ സാലിമാണ്. അപ്പോൾ ജംഉ മുദക്കർ സാലിമി എങ്ങനെ മനസ്സിലാകും? നമ്മളിവിടെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു അടയാളാണ്, വാവ് ഉണ്ടാവും, അല്ലെങ്കിൽ യാ ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും റഫ്ഇന് അടയാളമായിട്ട് വന്നതാണ്. മുസ്ലിമൂന, സ്വാഇമൂന. ഇത് സായിലീന, മഹറൂമീന, അതേമാതിരി മുസ്ലിമീന, സ്വാഇമീന. ഇവയെല്ലാം എന്താണ്? നമ്മളിവിടെ നോക്കിയാൽ അറിയാലോ, സായിലീന, മഹറൂമീന. പിന്നെ അതൊക്കെ എന്താണ്? മുസ്ലിമീന, സ്വാഇമീന. ഇതൊക്കെ എന്താണ്? നെസ്ബിനായിട്ട്, നെസ്ബിൻ്റെ അടയാളമായിട്ട് വന്നതാണ്. അപ്പോൾ നെസ്ബ് വന്നതായ പിന്നെ പദങ്ങളാണ് മഹറൂമീന, മുസ്ലിമീന, സ്വാഇമീന. ഇനി അതിന് ശേഷം സ്വാലിഹീന, മുഖ്ലിസീന. ഇത് രണ്ടും എന്താണ്? ജെറിന് വന്നതാണ്. അപ്പോൾ ഹാദിഹി കുല്ലുഹാ മിൻ ജംഇ മുദക്കർ സാലിം. ഓരോന്നും വന്നപ്പോൾ റഫ് വന്നപ്പോൾ വാവും വന്നു, നെസ്ബും ജറും വന്നപ്പോൾ യാവും വന്നു. ഈ പദങ്ങളിൽ ഈ പദങ്ങളൊക്കെ എന്താണ്? ജംഉ മുദക്കർ സാലിമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? സാലിം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടവെന്ന്. ജംഉ മുദക്കർ, മുദക്കറായ പദങ്ങളുടെ ജം ആണ്. എന്നാൽ അതിൻ്റെ പദത്തിൻ്റെ ഘടനയിൽ ഒരു കുഴപ്പവും വന്നിട്ടില്ല, അതിന് രക്ഷപ്പെട്ടതാണ്. ശരിക്കും നമ്മൾ സാധാരണ ഇപ്പോൾ റജുലുൻ എന്ന് പറയുമ്പോൾ റിജാലുൻ, അപ്പോൾ റജുലൂന എന്നല്ല പറഞ്ഞ് റജുലു മാറിയിട്ട് റിജാലായി. അപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ ആ പദങ്ങളുടെ സ്ട്രക്ചറിൽ മാറ്റം വന്നു. അങ്ങനെ മാറ്റം വന്നാൽ അത് സാലിമല്ല. നേരെ മറിച്ച് ഇവിടെ എന്താണ്? ഇപ്പോൾ സ്വാലിഹുൻ, സ്വാലിഹൂന. ആ പദത്തിൽ ആ ബേസിക്കലി തന്നെ മുഫ്രദായ പദത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ മാറ്റം വരാതെ ജമ്മാക്കുന്ന പദങ്ങളെയാണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്. നമുക്ക് നിർവചനത്തിലേക്ക് നോക്കാം. ജംഉൽ മുദക്കറു സാലിമു മാ ദല്ല അലാ അക്തറ മിൻ ഇത്നൈൻ. മാ ഒന്നാണ്, ദല്ല അത് അറിയിച്ചു, അലാ അക്തറ അധികരിച്ചതിൻ്റെ മേൽ അറിയിച്ചു. മിൻ ഇസ്നൈൻ എന്തിനേക്കാൾ? രണ്ടിനേക്കാൾ. മിന്നക്കാൾ എന്ന അർത്ഥത്തിനാണ് ഇവിടെ. അപ്പോൾ രണ്ടിനേക്കാൾ കൂടുതലുള്ളതിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്ന്. എങ്ങനെ? സലാമത്തി രക്ഷപ്പെടലോടുകൂടെ, ബിനായി അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഘടന, രക്ഷപ്പെടലോടെ. എന്തിൻ്റെ ഘടന? മുഫ്രദിഹി അതിൻ്റെ മുഫ്രദിൻ്റെ. അപ്പോൾ മൊത്തത്തിൽ എന്താ അർത്ഥം? മുഫ്രദിൻ്റെ ഘടന രക്ഷപ്പെടലോടുകൂടെ രണ്ടിനേക്കാൾ കൂടുതലുള്ളതിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്നാണ്. അറിയിക്കാൻ ഉപയോഗിക്കുന്ന പദത്തിനാണ് എന്ത് പറയുന്നത്? ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്. ആ ജംഉ മുദക്കർ സാലിം റഫ് ചെയ്യൽ വാവ് കൊണ്ടാണ്, നെസ്ബും ജറും ചെയ്യൽ യാ കൊണ്ടാണ്. എങ്ങനത്തെ യാ? അൽ മക്സൂരി മാ ഖബ്ലഹ, അതിന് മുമ്പുള്ള അക്ഷരത്തിന് എന്ത് ചെയ്യണം? കസ്റ് ചെയ്യണം. അങ്ങനത്തെ യാ ആണ്. കസ്റ് ചെയ്യാതെ യാ വരുന്നുണ്ട്. നമ്മൾ മുസന്ന മുമ്പ് പഠിച്ചപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇവിടെ കസ്റ് ചെയ്ത യാ ആകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാലിഹൈനി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ സ്വാലിഹുയിന എന്ന് പറഞ്ഞാലും ശരിയാവില്ല. അതെന്താണ്? കസ്റ് ചെയ്യണം. അപ്പോൾ സ്വാലിഹീന, മുസ്ലിമീന, സായിലീന എന്ന രൂപത്തിലാണ് ഇത് വരേണ്ടത്. അടുത്തതായിട്ട് ജംഉ മുഅന്നസ് സാലിമുകളെ ആ പാഠത്തിൽ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. ഫൽ കലിമാത്തു, ഇനി അതിലുള്ള കലിമാത്തുകൾ: അൽ മുസ്ലിമാത്തു, അസ്വാഇമാത്തു, അൽ മുസ്ലിമാത്തി, അസ്വാഇമാത്തി, അസ്വാലിഹാത്തി, അൽ മുഖ്ലിസാത്തി. ഇവിടുത്തെ രണ്ടും റഫ്ഇന് വന്നത്. അൽ മുസ്ലിമാത്തു
കലിമാത്തിനെ ഉൾപ്പെടുത്താം വേറെ കാര്യം. അൽ മുസ്ലിമാത്തു അസ്വാഇമാത്തു ഇതുകൊണ്ട് റഫ് ആണ്, റഫിൻ്റെ അടയാളമായിട്ട് ലൊമ്മ വന്നു. അൽ മുസ്ലിമാത്തി അസ്വാഇമാത്തി നമ്മളെ പുസ്തകത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ആദ്യം വന്ന മുസ്ലിമാത്തി സ്വാഇമാത്തി എന്ന പദങ്ങൾ എന്താണ്? ഇത് രണ്ടും നെസ്ബിനാണ് വന്നത്, സഹായിക്കുകയാണെന്നല്ല വന്നത്. അപ്പോൾ അതിലേക്ക് അത്തുഫ് ചെയ്ത് വന്നപ്പോൾ നെസ്ബിനാണ് വന്നത്. അപ്പോൾ എന്ത് ചെയ്തു? കെസ്ർ ചെയ്തു. കെസ്ർ കൊണ്ടാണ് നെസ്ബ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്വാലിഹാത്തി മുഖ്ലാസാത്തി മുഖലിസാത്തി എന്താണ്? ജറ് ചെയ്യപ്പെട്ട ഇസ്മിൻ്റെ വസ്ഫായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവ എന്താണ്? ജറാണ്. ജറിൻ്റെ അടയാളമായിട്ട് എന്ത് ചെയ്തു? കെസ്ർ തന്നെ സാധാരണ പോലെ തന്നെ വന്നു. അപ്പോൾ ജമ്മു എന്ന സാലിമി ആകെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. നെസ്ബിൻ്റെ അവസരത്തിൽ കെസ്റാവെന്ന് മാത്രമേ ഉള്ളൂ. റഫിൻ്റെ അവസരത്തിൽ ലൊമ്മന്നെയാണ്, ജറിൻ്റെ അവസരത്തിൽ കെസ്ർ തന്നെയാണ്, അതിൽ സംശയമില്ല. കുല്ലുഹാ മിൻ ജംഇൽ മുഅന്നസി സാലിമി, അവയെല്ലാം ജംഉ മുഅന്നസ് സാലിമിൽപ്പെട്ടതാണ്. ഇവിടെയും അതുപോലെ തന്നെ എന്താണ്? സ്ട്രക്ചറിൽ മാറ്റമില്ലാതെ മുഅന്നസിനെ ജമ്മാക്കിയത് തന്നെയാണ്. പക്ഷേ നിർവചനം ഇവിടെ പറയുന്നത് വേറെ രൂപത്തിലാണ്. നമ്മൾ ഇതിൽ പഠിച്ച നിർവചനം അനുസരിച്ച് തന്നെ മനസ്സിലാക്കി പഠിക്കുക. ജംഉൽ മുഅന്നസി സാലിമു എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ജുമിയ ബി അലിഫിൻ വ താഇൻ മസീദതൈനി അലാ മുഫ്രദിഹി, അതിൻ്റെ മുഫ്രദിനേക്കാൾ വർദ്ധിച്ച അലിഫും താവും കൊണ്ട് ജം ആക്കപ്പെട്ട ഒരു പദത്തിനാണ് പറഞ്ഞത് ജംഉ മുഅന്നസ് സാലിമ് എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്തു? സ്വാഇമു എന്ന പദം, ആ സ്വാഇമു എന്ന പദത്തിലേക്ക് ഒരു അലിഫും താവും കൂട്ടിയിട്ടാണ് സ്വാഇമാത്ത് എന്ന് പറഞ്ഞത്. സ്വാഇമത്ത് അതിക്ക് എന്ത് ചെയ്ത്? അലിഫും താവും. അപ്പോൾ അതിൻ്റെ ഹാത്താവിനോട് നിന്ന് ഒഴിവാക്കിയിട്ട് അലിഫും താവും ചേർക്കും. അത് ഏറെയാണ് ബേസിക്കലി അതിലുള്ള അക്ഷരങ്ങളെല്ലാം. ഇങ്ങനെ ഏറെയുള്ള അലിഫും താവും കൊണ്ട് ജമ്മാക്കുന്ന പദങ്ങളെയാണ് എന്ത് പറയുന്നത്? ജംഉ മുഅന്നസ് സാലിമ് എന്ന് പറയുന്നത്. ഇനി അതിനെ പരിചയപ്പെടുത്തുന്ന അൽഫിയയിൽ നിന്നുള്ള ബൈത്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വറഫഅ ബിവാവിൻ സാലിമൻ മിൻ ജംഇൻ മുദക്കരിൻ വൽ യാലി ഗൈരി റഫ്ഇ വലിൽ ഇനാസി അലിഫുൻ ഫതാഉ ഫനസ്ബുഹു കജരിഹി സവാഉ. എന്താ പറയുന്നത്? വറഫഅ ബിവാവിൻ സാലിമൻ മിൻ ജംഇൻ, ജംഇൽ നിന്നുള്ള സാലിമിനെ, അതായത് ജംഉ മുദക്കർ സാലിമിനെ വാവ് കൊണ്ട് നീ റഫ് ചെയ്തോ. ജംഇ മുദക്കർ, ആ ജംഉ മുദക്കറിൽ നിന്നുള്ള സാലിമ, ജംഉ മുദക്കർ സാലിമിനെ വാവ് കൊണ്ട് റഫ് ചെയ്തോ. വല്യാലി ഗൈരി റഫ്ഇ, റഫ് അല്ലാത്തതിന്, അതായത് നസ്ബിനും ജറിനും യാ ആണ് ഉപയോഗിക്കുക. അതായത് നസ്ബും ജറും യാ കൊണ്ടാണ് വരിക. ഇനി വലിൽ ഇനാസി അലിഫും വ താഉൻ, അങ്ങനെ പിന്നെ ജംഉ മുഅന്നസ് സാലിമിന് എന്ത് ചെയ്യുന്നുണ്ട്? അലിഫും താവും ഉണ്ട്. ഫനസ്ബുഹു കജരിഹി സവാഉ, വാക്കിലൊന്നും മാറ്റല്ല. ഫനസ്ബുഹു, അതിന് നസ്ബ് ചെയ്യൽ കജരിഹി, അതിന് ജറയിൽ എങ്ങനെയാണോ അതിന് തുല്യമാണ്. സവാഉൻ തുല്യമാണ്. അതായത് നസ്ബ് ചെയ്യുമ്പോൾ നമ്മളെന്താണ്? ജറ് ചെയ്യുമ്പോൾ എന്താണ്? കസ്റാണ് കൊടുക്കുക. അതേപോലെ നസ്ബ് ചെയ്യുമ്പോഴും കസ്റ് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. ഇനി അതിലെ സർഫാക്കൽ രൂപമാണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ജംഉ മുദക്കർ സാലിം, മുഫ്രദ് മുദക്കർ, അതിൻ്റെ ജംഉ മുദക്കർ സാലിം, അതിൻ്റെ മുഫ്രദ് മുഅന്നസ്, ജംഉ മുഅന്നസ് സാലിം, ഇങ്ങനെ പരിശീലിച്ച് നമ്മൾ പഠിച്ചാൽ ജംഉ മുദക്കർ സാലിം ജംഉ മുഅന്നസ് സാലിം നമ്മുടെ മനസ്സിൽ ദൃഢമാകും. ഒന്ന് മുസ്ലിമുൻ, അതിലേക്ക് വാവും നൂനും കൂട്ടിയാൽ ജംഉ മുദക്കർ സാലിമായി മുസ്ലിമൂന. പിന്നെ അതിൻ്റെ മുഅന്നസ് എന്താണ്? മുസ്ലിമത്തുൻ, ഹാത്താവ് കൊടുത്താൽ അതിൻ്റെ മുഅന്നസായി. അത് ഈ ഹാത്താവിനോട് ഒഴിവാക്കിയാണ് അലിഫും താവും കൂട്ടുക, മുസ്ലിമാത്തുൻ. ഇതേമാതിരി നമുക്ക് ചെയ്ത് പഠിക്കുക. അതൊക്കെ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഇതേപോലെ പൂരിപ്പിക്കാനൊക്കെ വരാം. മുഅല്ലിമുൻ ഡാഷ്, അപ്പോൾ മുഅല്ലിമുന പട്ടിക പൂർത്തിയാക്കുക എന്ന രൂപത്തിലൊക്കെ വരാം. മുഅല്ലിമൂന വാവും നൂനും കൊണ്ട് ജമ്മാക്കി. മുഅല്ലിമത്തുൻ, മുഅല്ലിമാത്തുൻ, ഹാ കളഞ്ഞതിൻ്റെ ശേഷം എന്ത് അലിഫും താവും ഉപയോഗിച്ചു കൊടുത്തു. ഈ സാജിദുൻ സാജിദൂന, സാജിദത്തുൻ സാജിദാത്തുൻ, സ്വാഇമുൻ സ്വാഇമൂന, സ്വാഇമത്തുൻ സ്വാഇമാത്തുൻ, മുശ്രിക്കുൻ മുശ്രിക്കൂന, മുശ്രിക്കത്തുൻ മുശ്രിക്കാത്തുൻ. ഇങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഇത് നുലാഹിദുൽ അംസിലാന്ന ജംഉ മുദക്കർ സാലിമു എന്ന കുറച്ച് സെൻറ്റൻസുകൾ നമ്മളെ പരിചയപ്പെടുത്തി തരണം. ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കി കൃത്യമായി പഠിക്കുക. ഇതിൽ ഓരോന്നിൻ്റെയും ജംഉ മുദക്കർ സാലിം ഏതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒന്നെന്താണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. നുലാഹിദുൽ അംസിലാന്ന ഉദാഹരണങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരന്മാർ മാത്രമാണ്. ഇവിടെ എന്താണ്? വിശ്വാസികൾ. ഇവിടെ മുഅ്മിനൂന വാവുന്നൂനുണ്ട്, അല്ലെങ്കിൽ യാ ഉന്നൂനുണ്ടോ? ഇത് നമ്മൾ നോക്കിയാൽ നമുക്ക് ജംഉ മുദക്കർ സാലിം പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മുഅ്മിനീങ്ങൾ സഹോദരന്മാർ മാത്രമാണ്. അൽ ജന്നത്തു മഅവൽ മുഅ്മിനി, ഇതേപോലെ ഇങ്ങോട്ട് യതൂഫുൽ മുസ്ലിമൂന ബിൽ കാബ, യതൂഫു തവാഫ് ചെയ്യുന്നു, എൻ്റെ ഫായിലാണ് മുസ്ലിമൂന അല്ലേ? മുസ്ലിമീങ്ങൾ തവാഫ് ചെയ്യുന്നു ബിൽ കാബ, കാബയെ. അപ്പോൾ മുസ്ലിങ്ങൾ കാബയെ തവാഫ് ചെയ്യുന്നു. റഫിൻ്റെ അടയാളമായിട്ട് എന്ത് ചെയ്തു? വാവ് വന്നു. ഇവിടെ അസ്വാഇമൂന മുഖ്ലിസൂന,
നോമ്പുകാരായ പുരുഷന്മാർ ആത്മാർത്ഥതയുള്ളവരാണ്. മുബത്തതയും ഖബറുമാണ്. മുബത്തതാക്കെന്തെയും റഫ് വരും, ഖബറിനും റഫ് വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? വാവ് കൊണ്ട് റഫ് ചെയ്തു, ഇവിടെയും വാവ് കൊണ്ട് റഫ് ചെയ്തു. അതേപോലെ തന്നെ അൽ മുഅല്ലിമൂന മുജ്തഹിദൂന, അധ്യാപകർ പരിശ്രമശാലികളാണ്. മുഅല്ലിമൂന എന്നുള്ളത് വാവ് കൊണ്ട് റഫ് ചെയ്തു, മുജ്തഹിദൂന എന്നുള്ളതും വാവ് കൊണ്ട് റഫ് ചെയ്തു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുബത്തദാ ഖബർ ഫാഇൽ, അതേപോലെ തന്നെ ഇന്നയുടെ അവിടെ പിന്നെ എന്ത് ചെയ്തു? ഇന്ന എന്ന് വന്നാൽ നെസ്ബ് വരുന്നതാണെങ്കിലും ഇന്ന മ വന്നാൽ എന്തായും അമല് പോവും. അപ്പോൾ മുഅ്മിനൂന റഫ് തന്നെ വരിക. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാനുള്ളതായിരിക്കും. ഓക്കെ, ഇനി ഇപ്പുറത്ത് നോക്കുക. അൽ ജന്നത്തു മഅവൽ മുഅ്മിനീൻ. അൽ ജന്നത്തു സ്വർഗം, മഅവൽ മുഅ്മിനീൻ വിശ്വാസികളുടെ അഭയസ്ഥലമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച മുലാഫിനിലേക്ക് ഉദാഹരണം. ഈ മുലാഫിനിലേഹിയിലേക്ക് എന്ത് ചെയ്തു? മുലാഫിനിലേഹീനെ ചേർക്കുക. മഅവ അഭയസ്ഥലം. ആ അഭയസ്ഥലങ്ങളിലേക്ക് എല്ലാ അഭയസ്ഥലങ്ങളും വരും. അതല്ല, അത് വിശ്വാസികളുടെ അഭയസ്ഥലം എന്നതിൽ വിശ്വാസികളിലേക്ക് ചേർത്തു. അപ്പോൾ ആ മുലാഫിനിലേക്ക് എന്ത് വേണം? ജെറ് വേണം. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചാണ്. ജെറിൻ്റെ അടയാളമായിട്ട് സാധാരണ കസ്റ് വരും. ഇവിടെ വരേണ്ടത് ജെറിൻ്റെ അടയാളമായിട്ട് യാ ആണ്. ആണ് കസ്റുള്ള യാ ആണ് വരേണ്ടത്. ഇനി അടുത്ത് അൽ കാബത്തു, കാബ കിബിലത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കിബിലയാണ്. ഇതും അതേപോലെ ഇലാഫത്താണ്. ഇലാഫത്ത് വരുമ്പോൾ മുസ്ലിമീനൊക്കെ ജെറ് വരണം. മുലാഫിനിലേക്ക് ആവുമ്പോൾ ജെറ് വരണം. കാബയാകുന്നത് കിബിലത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കിബിലയാണ്. കാബൻ്റെ ഖബറാണത്. നമുക്ക് വിഷയം ഇവിടെ ഇലാഫത്ത് ചെയ്ത ഇതിനെന്ത് ജമ്മു തക്രസാലിമാണ്. അപ്പോൾ അത് യാ കൊണ്ടാണ് അതിൻ്റെ ജെറ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് യുഹിബുല്ലാഹുൽ മുഖ്ലിസീന, അള്ളാഹു ആത്മാർത്ഥതയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്തു? യുഹിബുവിൻ്റെ ഫായിൽ ഇവിടെ അള്ളാഹുണ്ട്. ഇനി അടുത്ത് എന്താ വേണ്ടത്? മഫ്ഊല് വരണം. ആ മഫ്ഊലാണെന്ത്? അൽ മുഖ്ലിസീന, ആത്മാർത്ഥതയുള്ളവരെ. അപ്പം മഫ്ഊലിന് എന്താണ്? നെസ്ബാണ് വരേണ്ടത്. നെസ്ബിൻ്റെ അടയാളമായിട്ട് എന്ത് ചെയ്തു? ഇവിടെ യാ വന്നു. എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കും. ഇനി അടുത്ത് നഹ്തരിമു, ഞങ്ങൾ ആദരിക്കും. അൽ മുഅല്ലിമീന, അധ്യാപകരെ. അപ്പോൾ എന്ത്? അധ്യാപകർ എന്നുള്ള മഫ്ഊലാണ്. ആ മഫ്ഊലിൻ്റെ അടയാളമായിട്ട് യാ വന്നു. അപ്പോൾ അധ്യാപകരെ ഞങ്ങൾ ബഹുമാനിക്കും. അപ്പോൾ നെസ്ബിൻ്റെ അടയാളമായിട്ട് യാ വന്നു. ഇതാണ് ഇത് രണ്ടിലും നെസ്ബ്, ഇത് രണ്ടിലും ജെറ്. പിന്നെ ഇവിടെ ഉള്ളതിലൊക്കെ എന്താണ്? റഫ് ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി അതേപോലെ ജമ്മു മുഅന്നസാലിമിൻ്റെ ഉദാഹരണങ്ങൾ പറയണം. അതിൻ്റെ അതേമാതിരിയാണ്. ഞാൻ അർത്ഥം മാത്രമേ വെക്കുന്നുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യുക? ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അൽ മുഅ്മിനാത്തു മുഖ്ലിസാത്തുൻ, വിശ്വാസിനികൾ ആത്മാർത്ഥതയുള്ള വനിതകളാണ്. മുബ്തദ ഖബറാണ്. അൽ മുസ്ലിമാത്തു കാനിതാത്തുൻ, അതേപോലെ തന്നെ മുബ്തദ ഖബറാണ്. മുസ്ലിം വനിതകൾ കാനിതാത്തുൻ, എന്താണ്? നന്നായി ആരാധന ചെയ്യുന്നവരാണ്, ആരാധിക്കുന്നവരാണ് എന്നർത്ഥത്തിൽ. ഓക്കെ, തദ്ഹബു ത്വാലിബാത്തു ഇലൽ മദ്റസത്തി, എന്താണ്? ത്വാലിബാത്തു വിദ്യാർത്ഥിനികൾ മദ്രസയിലേക്ക് പോകുന്നു. തദ്ഹബുവിൻ്റെ ഫായിൽ അപ്പോൾ റഫ് വന്നു, ലമ്മു വന്നു. അല്ല, റഫിൻ്റെ അടയാളം. അൽ ഹാഫിലാത്തു സരീഅത്തുൻ, ബസ്സുകളൊക്കെ എന്താണ്? നല്ല വേഗതയുള്ളതാണ്. ബസ്സുകൾ നല്ല വേഗതയുള്ള. ഹാഫിലാത്തു മുബ്തദയാണ്. ഒരു ജുംലയുടെ തുടക്കത്തിൽ വന്ന ഇസ്മാണല്ലോ, മുബ്തദയാണ്. ഓക്കെ, അശ്ശാരിഉ മംലൂഉം ബിൽ ഹാഫിലാത്തി, റോഡ് ബസ്സുകൾ കൊണ്ട് നിറഞ്ഞതാണ്. മംലൂ എന്ന് പറഞ്ഞാൽ നിറക്കപ്പെട്ടത്. ഓക്കെ, അപ്പം അവിടെയും ഹാഫിലാത്തി അല്ലേ? അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഇങ്ങോട്ടും ഇവിടുന്ന് വായിക്കും. റഅയ്ത്തുൽ, അപ്പോൾ ഇത് മുഴുവൻ റഫിന് അടയാളമായിട്ട് വന്നു. ഇനി നമുക്ക് ഇവിടെ ആദ്യം ഇവിടെ പറഞ്ഞത് ഫസ്റ്റത്തെ ഉദാഹരണം നെസ്ബിനാണ് ഉദാഹരണം. അപ്പോൾ റഅയ്തു, ഞാൻ കണ്ടു, അൽ മുഅ്മിനാത്തി, വിശ്വാസിനികളായ സ്ത്രീകളെ. അല്ലേ? ഇനി ജറിന് വിവിധ രൂപങ്ങളാണ് ഇവിടെ പറഞ്ഞത്. റഫിന് നെസ്ബിനൊരു ഉദാഹരണം പറഞ്ഞു. നെസ്ബ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? മുഅ്മിനാത്തി എന്നാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ ഫത്ത്ഹാണ് കൊടുക്കേണ്ടത്. ആ ഫത്ത്ഹിന് പകരം കസ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുക? നെസ്ബ് ചെയ്യുക. ജംഉ മുഅന്നസ് സാലിം, റഅയ്തുൽ മുഅ്മിനാത്തി എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ലിബാസുൽ മുസ്ലിമാത്തി, ഇലാഫത്താണ്. മുസ്ലിം വനിതകളായ സ്ത്രീകളുടെ വസ്ത്രം വാസിയത്തുൻ, വിശാലതയുള്ളതാണ്. നമ്മളെ വിഷയം എന്താണ്?
ലിബാസിലേക്ക് ഇലാഫത്ത് ചെയ്ത മുസ്ലിമാത്തിക്ക് എന്ത് ചെയ്തു? കസ്ർ കൊടുത്തു. ഇനി അതേമാതിരി അതിൽ മറ്റൊന്നാണ് സല്ലം തു അല ത്വാലിബാത്തി. സല്ലം തു ഞാൻ സലാം ചൊല്ലി, സല്ലമ അല എന്നാണ് ഉപയോഗിക്കുക, അപ്പോഴാണ് സലാം ചൊല്ലി. ത്വാലിബാത്തി അല ജെറിൻ്റെ അക്ഷരാണ്, അലൻ്റെ അക്ഷരം ജെറ് വരുമ്പോൾ ത്വാലിബാത്തി കസ്ർ വരണം. അത് മനസ്സിലാക്കാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നേരത്തെ നമ്മൾ വായിച്ചത് അഷാരി മംലു ഉംബിൽ ഹാഫിലാത്തി, ഇവിടെ എന്ത് ചെയ്തു? ബാ വന്നു, ബി. ഈ ബീൻ്റെ ശേഷം വരുന്ന പദങ്ങൾക്ക് എന്താണ്? ജെറ് കൊടുക്കും. ജെറിൻ്റെ അടയാളമായിട്ട് കസ്റാണ്. ഇതാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്.